2025 ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പേഴ്സണൽ അഭിപ്രായം. ട്രെൻഡിങ് സ്കിൽസ് അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല പെർസ്പെക്റ്റീവിലും അത് പറയാൻ പറ്റും. നമുക്കിപ്പോൾ ഫ്രഷേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് തന്നെയാണ് നമുക്ക് AI സ്കിൽ സെറ്റുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഡാറ്റ സയൻസ്, ബിസിനസ് അനലറ്റിക്സ്, ഡാറ്റ അനലറ്റിക്സ്, ഈ കോഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സായിട്ട് പറയാം. അതേപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അതും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതിൽ മേൺ പിന്നെ Next.js നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പൈത്തൺ, ജാങ്കോ. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന കുറേ കോഴ്സസ് ഉണ്ട്. അത് സ്റ്റിൽ ഡിമാൻഡിങ് തന്നെയാണ്. നമ്മൾ UI UX ഡിസൈനിങ്, അതേപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, UI UX ഡിസൈനിങ്, ഇതിലൊക്കെ ചേഞ്ചസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യുന്ന ടെക്നോളജീസ് നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പുതിയ പുതിയ വേർഷൻസ് വരുന്നു, പുതിയ ചേഞ്ചസ്, എവല്യൂഷൻസ് വരുന്നത്. നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്രെയിം വർക്ക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ നേറ്റീവ് ഹൈബ്രിഡ് ആയിട്ടും കൺവേർട്ട് ചെയ്തു. അതിൽ തന്നെ ഇനീഷ്യലി നമ്മൾ അന്ന് സംസാരിച്ച പോലെ പല പല ട്രെൻഡ് ടെക്നോളജീസ് വന്നു. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മൾ റിയാക്ട് നേറ്റീവ് അല്ലെങ്കിൽ ഫ്ലട്ടർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്ലട്ടറാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്ഡ് ആക്കാൻ പറ്റും. അതുപോലെ മേൺ സ്റ്റാക്ക് നമ്മൾ ഇനീഷ്യലി ആംഗുലർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിമാൻഡിങ് ആയിട്ട് തോന്നുന്നത് റിയാക്ട് ആണ്, അതേപോലെ Next.js ആണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് മാറി. അപ്പോൾ മെജോറിറ്റി കമ്പനീസും ഇതേപോലെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതാണ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, കുറച്ചും കൂടെ പെർഫോമിംഗ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ മീൻ വൈൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ടെക്നോളജി ചേഞ്ച് ചെയ്ത് നടക്കുന്നു. അതേപോലെ ഡിമാൻഡിങ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് സൈബർ സെക്യൂരിറ്റി ഒരു ഡിമാൻഡിങ് ടെക്നോളജിയാണ്. അതേപോലെ ഡെവോപ്സ്, ഇപ്പോൾ ഡാറ്റ അനലറ്റിക്സ് ആരും അറിയാമല്ലോ. നമ്മൾ പല ബിസിനസ് സ്ട്രാറ്റജീസിലും നമുക്ക് ഹ്യൂജ് ഡാറ്റ ഒക്കെ വരുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ആ വിഷ്വലൈസേഷൻ ലെവലിലുള്ള അതൊരു ബിസിനസ് റോളാണ് അല്ല, ഒരു കമ്പനിയിലെ ഒരു മാനേജ്മെന്റ് ജോബ് റോളാണ് അത് വരുന്നത്. അതേപോലെ സെയിൽസിലും മാർക്കറ്റിങ്ങിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു ശരിക്കും ഡാറ്റ സയൻസിൻ്റെ ഒരു സബ്സെറ്റ് ആണത്. അപ്പോൾ അതിൽ നമ്മളൊരു സെപ്പറേറ്റ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്ത് ദെൻ നമുക്ക് BA എന്ന് പറയുന്നത് ഒരു കീ റോളാണ് കമ്പനീസ്. ബിസിനസ് അനലിസ്റ്റ്. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ലെവലിൽ, കമ്പനി ലെവലിലോട്ട്, ഒരു മാർക്കറ്റിംഗ് ലെവലിലോട്ടും കൂടെ അവർക്ക് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളത് കമ്പൈൻ ചെയ്തിട്ട് അത് ഒരു ബിസിനസ് അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ബിസിനസ് ഡാറ്റ അനലറ്റിക്സിൻ്റെ കണ്ടന്റും പ്ലസ് നമുക്ക് ബിസിനസ് അനലറ്റിക്സ്, ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് കമ്പനീസിൽ, ഇത് പ്യൂർലി നമുക്ക് IT കമ്പനീസിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. ബിസിനസ് അനലറ്റിക്സ് നമുക്കൊരു സർവീസ് ബേസ്ഡ് കമ്പനിയിൽ വരുന്ന സമയത്ത് ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവരുടെ SOW പ്രിപ്പറേഷന്, അവർക്ക് SRS ഡോക്യുമെൻറ്റേഷന്, അതേപോലെ നമുക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സിക്യൂഷൻ, നമ്മളതിൽ ബേസിക് ആയിട്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സിക്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ അജൈൽ, സ്ക്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വാട്ടർഫോൾ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. നമ്മൾ ടീം വർക്ക്, ക്ലിക്കപ്പ്, അതേപോലെ ബഗ് ട്രാക്കിങ്ങിന് ജിറൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ടൂൾസും ഇതെല്ലാം ഫെമിലർ ആക്കിയിട്ട് ഇതൊരു ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കമ്പനിയിലോട്ട് ഹയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്കിൽ സെറ്റ് മാച്ചിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ട്രെൻഡ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന വീഡിയോസാണ്. ഏത് കമ്പനീസ് ആണെങ്കിലും അവരെ സർവീസ് അല്ലെങ്കിൽ അവരെ ആ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അവര് കാണിക്കുന്ന വീഡിയോ ആണ്. ഇമേജ് ആയിട്ട് കോർപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ സർവീസിന്റെ ക്വാളിറ്റി വീഡിയോസ് ആവാം, എനി ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് ഒരു സെയിൽസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൽ കാണിക്കുന്നതെല്ലാം ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട്, വിഷ്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ നമ്മൾ ക്ലയൻസിന് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു 10 ഇമേജസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൺവേ ആവുന്നില്ല. കൺവേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരെ സർവീസിന്റെ ക്വാളിറ്റി വീഡിയോ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് നമുക്ക് വീഡിയോ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തന്നെ ഇൻഹൗസിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമിന് തന്നെ നമുക്ക് ഗ്രാഫിക് സപ്പോർട്ട് മാത്രം പോരാ, ഒരു വീഡിയോ സപ്പോർട്ടും കൂടെ വേണം. അപ്പോൾ നമ്മുടെ കമ്പനിയിലും അതുപോലെ മിക്ക കമ്പനീസിലും ഇപ്പോൾ എപ്പോഴും ഒരു ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇൻഹൗസിൽ എന്ത് വേണം, ഒരു വീഡിയോ ക്രിയേറ്റർ വേണം. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വന്നപ്പോഴാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞ കോഴ്സിലോട്ട് കൊണ്ടുവന്നത്.